ഹായ് ഗായ്സ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ടൈം ഫ്രെയിം, അതായത് മൾട്ടി ടൈം ഫ്രെയിം മാപ്പിംഗ്, അതായത് ഒരു ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് പോലെ തന്നെ. എന്നാൽ ഇതിൽ എന്താ പറയുക, നമുക്ക് നോർമലി എല്ലാവർക്കും ഇപ്പോൾ എടുക്കുന്ന ചാർട്ട്, ഇപ്പോൾ എല്ലാവരും കൺസിഡർ ചെയ്യുന്ന ഒരു ബയാസ് ചാർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമോ ഏത് ചാർട്ട് ആയിക്കോട്ടെ, ആ ചാർട്ടിൽ നമുക്ക് നോർമലി സ്ട്രക്ചർ കാണുമ്പോൾ എന്താണ്, നമുക്കൊരു ലോ കിട്ടി, ആ ലോ ബ്രേക്ക് ചെയ്യുന്നു, ദെൻ അടുത്തൊരു ഹൈ കിട്ടുന്നു, അങ്ങനെ ബ്രേക്ക് ചെയ്ത് ആ ഒരു ചാർട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എല്ലാവർക്കും പറ്റും അല്ലേ. ഈ ഒരു കേസിലാണെങ്കിൽ ഈ ഒരു എന്താ പറയുക, ലോ ബ്രേക്ക് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു, ഓക്കെ, ഇതൊക്കെ ഹൈ ആണ്, ഇവിടെ കാണുന്നതൊക്കെ ഹൈ ആണ് അല്ലേ. ഇത് നമുക്ക് എല്ലാവർക്കും പ്ലോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള ചാർട്ടിലോട്ട് പോകുമ്പോൾ ആ ഒരു കറക്റ്റ് മാപ്പ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതേ ഒരു വഴി, അതായത് നമ്മൾ നോക്കുന്ന എൻട്രിയിലോട്ടുള്ള വഴി തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അലൈൻമെൻറ്റും അതേപോലെയൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ സ്ട്രക്ചറും ഇൻറ്റേർണൽ സ്ട്രക്ചറും എങ്ങനെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളതാണ്. സിമ്പിൾ തന്നെയാണ്, പക്ഷേ ഇത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്, അതിന് ഇത്തിരി ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണലും എക്സ്റ്റേണലും തിരിച്ചെടുക്കാൻ ഇത്തിരി പാടാണ്, കുറേ വിക്ക് റിജക്ഷനും സ്വീപ്പൊക്കെ വരുന്ന സമയത്തെ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഹൈയും ലോയും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ. അതിൽ നമുക്കറിയാം ഒരു ഇപ്പോൾ ഒരു ഒരു അപ് ട്രെൻഡ് ഫേസ് ആണ്. ഒരു അപ് ട്രെൻഡിൽ നമുക്കൊരു എന്താ പറയുക, ഒരു ബുള്ളിഷ് കാൻഡിലിൻ്റെ ലോ, ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു വിക്കാണ്, ഈ ഒരു ലോ എന്ത് ചെയ്യണം, ഒരു ബോഡി ക്ലോസ്, ബീറിഷ് കാൻഡിലോട്ടുള്ള ഒരു ബോഡി ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായി, നമുക്കതൊരു സ്വിങ് ഹൈ ആയി അല്ലേ. ഇവിടെ നിന്ന് കാൻഡിൽസ് വരുന്നുണ്ട്, ഓക്കെ. അപ്പോൾ അതൊരു എന്തായി, നമുക്കൊരു ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ. അതേപോലെ തന്നെയാണ് നമുക്ക് ഒരു ബീറിഷ് കാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമുക്കൊരു ലോയും കിട്ടി. ക്ലിയർ ആയോ? ഓക്കെ, അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്, പക്ഷേ ഇവിടെ നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഒന്നും കൂടി പറയണത്. മനസ്സിലായോ? അത് ക്ലിയർ ആയാലാണ് ഇതൊക്കെ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടോ, നമുക്കൊരു ബുള്ളിഷ് കാൻഡിലിൻ്റെ ലോ ഇവിടെ ബ്രേക്ക് ചെയ്തു, ഇതെന്താണ്, ഇതൊരു പ്രോപ്പർ ഹൈ ആയി. മനസ്സിലായി? അതേപോലെ തന്നെ ഒരു ബീറിഷ് കാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഒരു പ്രോപ്പർ ലോ ആയി. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ശരിക്കും മാർക്കറ്റിൽ എല്ലാ ടൈം ഫ്രെയിമിലും ഇതുപോലെ നടക്കുള്ളൂ. ഒരു ഹൈ ഫോം ആവുന്നതും ഒരു ലോ ഫോം ആവുന്നതും ഇതുപോലെയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇതുകൂടിയും പറയാം. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നമ്മൾ ഇപ്പോൾ ഇതൊരു 4 അവർ ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ 4 അവറിൽ നമുക്ക് ഒരു ഹൈ ഫോമായി. ഓക്കെ, ഇതേപോലെ ഒരു ബുള്ളിഷ് കാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു ഹൈ ഫോമായി. ഈ ഒരു ഹൈ ഫോം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു സ്വിങ് ഹൈ ആവണം. മനസ്സിലായി? സ്വിങ് ഹൈ വേറെ, സ്വിങ് ലോ വേറെ, ലോ വേറെ. മനസ്സിലായി? ലോയും സ്വിങ് ഹൈയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സ്വിങ് ഹൈ ഫോം ആവണം എന്നുണ്ടെങ്കിൽ 4 അവറെ സംബന്ധിച്ചിടത്തോളം 4 അവറിൽ നമുക്ക് എന്ത് ചെയ്യണം, 1 അവറിൻ്റെ എം എസ് കിട്ടണം. മനസ്സിലായോ? അത് സ്വിങ് ഹൈ ഫോം ആവുന്നത് 4 അവറിൽ 1 അവറാണ്. ദെൻ 1 അവറിൽ 15 മിനിറ്റ് ആണ്, 15 മിനിറ്റിൽ 5 മിനിറ്റ് ആണ്, 5 മിനിറ്റിൽ 1 മിനിറ്റ് ആണ്. ദെൻ ഡെയിലിയിൽ 4 അവറാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. ഓക്കെ, ഒന്ന്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ഹൈയും ലോയും ഫോം ആവുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്കൊരു കാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഒരു ഡൗൺ ട്രെൻഡിലെ കേസിലാണ് പറയുന്നത്. ആ കാൻഡിലിൻ്റെ ലോ എന്ത് ചെയ്തു, ഒരു ബോഡി കൊണ്ട് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഓക്കെ, നോർമലി എന്താ പറയുക, ഈ ഓപ്പൺ ക്ലോസും എല്ലാവർക്കും അറിയാൻ തന്നെയാണ്. അപ്പോൾ എഗെയിൻ എന്ത് ചെയ്തു, ഇവിടെ വിക്കില്ല, എങ്ങനെയായാലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. നെക്സ്റ്റ് ഒരു കാൻഡിലും എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇതൊരു ഡൗൺ ട്രെൻഡാണ് അല്ലേ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എഗെയിൻ എന്ത് ചെയ്തു, ഒരു കാൻഡിലും കൂടി ഫോം ചെയ്തു. പക്ഷേ ഈ കാൻഡിൽ ഫോം ചെയ്യുന്നത് ഓക്കെ, ഇവിടെ ഈ ഒരു കാൻഡിൽ കഴിഞ്ഞതിന് ശേഷം ഇതൊരു ഡൗൺ ട്രെൻഡ് ആണ്, ഇതിന് ശേഷമുള്ള കാൻഡിൽ എന്ന് പറയുന്നത്
ഇതിന് ശേഷമുള്ള കാൻഡിൽ എന്ന് പറയുന്നത് നമുക്കൊരു ബുള്ളിഷ് കാൻഡിലാണ്. മനസ്സിലായോ? അതിനെ സ്വീപ്പ് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നുമില്ല. ഒരു ഡൗൺ ട്രെൻഡിൽ വരികയാണ്. ദെൻ അതിന് ശേഷം ഡൗൺ ട്രെൻഡിൽ വന്നിട്ട് ഒരു കാൻഡിൽ എന്താണ്, നമുക്കൊരു ബുള്ളിഷ് കാൻഡിലാണ്. ഓക്കെ, ഇതൊരു ബുള്ളിഷ് കാൻഡിലാണ്. ദെൻ ഇതൊക്കെ ബീറിഷ് കാൻഡിലാണ്. ഓക്കെ, ഈ ഒരു 3 ദെൻ ഇതൊരു ബുള്ളിഷ് കാൻഡിലാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, താഴത്തേക്ക് തന്നെയാണ് എന്ത് ചെയ്യണേ, മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇത് മാത്രം എന്താണ്, ഒരു ബുള്ളിഷ് കാൻഡിലാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇന്റേണൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അതായത് ഒരു ഡൗൺ ട്രെൻഡ് ആണ്, ഏത് ടൈം ഫ്രെയിം ആയിക്കോട്ടെ, നോ ഇഷ്യൂസ്, ഏത് ടൈം ഫ്രെയിം ആയിക്കോട്ടെ, ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു കാൻഡിൽ മാത്രം എന്താണ്, ഓപ്പോസിറ്റ് കാൻഡിലാണ്. ഓക്കെ, ഇവിടെ ഡൗൺ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ബീറിഷ് കാൻഡിലായിരിക്കും, റെഡ് കാൻഡിലായിരിക്കും, പലരിലും പല കളറായിരിക്കും. അതുകൊണ്ട് കളറിനെ മെൻഷൻ ചെയ്ത് പറയാതെ. അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിൽ ഇടയിൽ ഒരു എന്താണ്, നമുക്കൊരു ഓപ്പോസിറ്റ് കാൻഡിലുണ്ട്. ഓക്കെ, ഒരു ബുള്ളിഷ് കാൻഡിലുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് പോവാണ്. അത് കഴിഞ്ഞ് മാർക്കറ്റ് എന്ത് ചെയ്തു, നെക്സ്റ്റ് കാൻഡിലോ അല്ലെങ്കിൽ സിംഗിൾ കാൻഡിലോ എന്ത് ചെയ്തു, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തു. ക്ലിയർ ആവുന്നുണ്ട്? ഞാനത് ഇങ്ങനെ വരച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കാൻഡിലോട് കൂടിയിട്ട് ബ്രേക്ക് ചെയ്തു. ഒരു സിംഗിൾ കാൻഡിലായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, കുറേ കാൻഡിൽ ഇവിടെ ഇതിൻ്റെ ഇടയിൽ കുറേ കാൻഡിലായിട്ട് വന്നിട്ടാണെങ്കിലും ഒരു ഓപ്പോസിറ്റ് കാൻഡിലിനെ ഇവിടെ എന്ത് ചെയ്താൽ മതി, ബ്രേക്ക് ചെയ്താൽ മതി. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റേണൽ സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? ഞാൻ ഈ അതൊരു ചാർട്ടിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമുക്കൊരു ബുള്ളിഷ് കാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ദെൻ ബീറിഷ് കാൻഡിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു ലോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ നോക്കിയേ, ഇവിടെ ഫുള്ള് എന്താണ്, ബുള്ളിഷ് കാൻഡിലാണ്. അല്ലെ, നല്ല ഇമ്പൾസീവ് കാൻഡിൽസ് ആണ്, അല്ലെ, നല്ല ഹെൽത്തി കാൻഡിൽസ് ആണ് മാർക്കറ്റിൽ മൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 1 2 3 4 5ാമത്തെ കാൻഡിൽ എന്താണ്, ബീറിഷ് കാൻഡിലാണ്. മനസ്സിലായി? ദെൻ 6ാമത്തെ കാൻഡിലും 6th കാൻഡിലും എന്താണ്, ബീറിഷ് കാൻഡിലാണ്. മനസ്സിലായി? അപ്പം നമ്മളിവിടെ ഈ ഒരു കാൻഡിലിന്റെ ഹൈ വേണം കൺസിഡർ ചെയ്യാൻ. മനസ്സിലായി? ഈ ഒരു ഹൈ എന്ന് പറയുന്നത് ഇന്റേണൽ സ്ട്രക്ചറിന്റെ ഹൈ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ഈ ഒരു MS കാര്യം പറഞ്ഞില്ലേ, 4 ഹവറിൻ്റെ, അതായത് 4 ഹവറിൻ്റെ 1 hour ആണ് വരിക, 1 ഹവറിൻ്റെ 50 minute ആണ് വരിക, ദെൻ 50 minute 5 minute. ഇത് MSS നോക്കേണ്ടതാണ്. ഇവിടെയും അതേപോലെ തന്നെയാണ്. 4 ഹവറിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് 1 hour ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ജസ്റ്റ് ഈ ഒരു ഹൈ എന്ന് പറയുന്നത് നമ്മൾ നേരെ 1 hour എടുത്ത് നോക്കാം. കണ്ട, നമ്മൾ 1 ഹവറിൻ്റെ ഹൈ ആണ്. അതായത് ഒരു ബുള്ളിഷ് കാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, 1 hour ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഹൈ ആണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, ബ്രേക്ക് ചെയ്തേക്കുന്നത്. മനസ്സിലായി? ഇതിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോയിട്ട് 1 hour ബ്രേക്ക് എടുക്കാം, നോ ഇഷ്യൂസ് ഇട്ടാ, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഇത് എല്ലാവരും എടുക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നിടത്താണ് ആക്ച്വലി നമുക്ക് തെറ്റ് പറ്റുന്നത്. കാരണം ഈ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് ബോഡി ക്ലോസ്ഡ് ആയിട്ടുള്ള സ്വീപ്പ് വരുന്നുണ്ട്, വിക്ക് ആയിട്ടുള്ള സ്വീപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഹൈക്ക് മുകളിൽ 1 2 3 കാൻഡിലുകളും പുറത്ത് നിന്നിട്ടും എന്ത് ചെയ്യും, നമുക്ക് സ്വീപ്പായിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ 1 hourൻ്റെ ബ്രേക്ക് സംടൈംസ് നമുക്ക് റോങ് ആയിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ബ്രേക്ക് പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം തെറ്റി. പിന്നെ നമ്മൾ എന്ത് MSSൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ റിജക്ഷൻ ഉണ്ട്, എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇവിടുത്തെ ബ്രേക്ക് തെറ്റിയ എല്ലാം കഴിഞ്ഞു. മനസ്സിലായി? അപ്പോൾ അത് റോങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ സ്ട്രക്ചർ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞത്. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് 4 ഹവറിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതെന്തായി, 4 ഹവറിൻ്റെ ഹൈ ആയി അല്ലേ? അതായത് നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇത് മേജർ സ്ട്രക്ചറാണ്. നമ്മളിത് മെയിൻ സ്ട്രക്ചറായിട്ട് എടുക്കുന്നത്, ഇത് ഇന്റേണൽ സ്ട്രക്ചറായിട്ട് എടുക്കുന്നത്. മനസ്സിലാവുണ്ടോ? അതായത് ഇത് എക്സ്റ്റേണലി, ഓക്കെ, ദെൻ ഇത് ഇന്റേണലി. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഒരു ബുള്ളിഷ് കാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്ത് എന്തായി, ഇത് മെയിൻ സ്ട്രക്ചറായി. മനസ്സിലായോ? ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മെയിൻ സ്ട്രക്ചറായി. അപ്പോൾ ഇതൊരു മൊത്തത്തിലൊരു മെയിൻ സ്ട്രക്ചറാണ്. ക്ലിയർ ആയില്ലേ? ഇവിടെ എന്താണ്, ഇതൊരു ഇന്റേണൽ സ്ട്രക്ചറാണ്. ഇനി ഇതിലൊരു കൺഫ്യൂഷൻ വരാം ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണ്, ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു,
ദെൻ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലോ ഇവിടെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ ഡൗൺ ട്രെൻഡ് ആണ്. അങ്ങനത്തെ കൺഫ്യൂഷനൊക്കെ വരാം. മനസ്സിലായോ? അതായത് ഇവിടെ മെയിൻ സ്ട്രക്ചർ പോലെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് ലാസ്റ്റ് ഇവിടെയാണ് ബ്രേക്ക് വന്നേക്കണത് അല്ലേ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഈ ലോനെയും ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് മെയിൻ സ്ട്രക്ചറായിട്ട് എടുക്കണേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരിക സ്വാഭാവികമാണ്. പക്ഷേ നമ്മളതൊന്നും ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റീസെന്റ് സ്ട്രക്ചർ പ്രകാരമാണ് ചാർട്ടിലേക്ക് നോക്കുന്നത്. മനസ്സിലായി? പ്രീവിയസ്ലി എന്ത് നടന്നു എന്നുള്ളത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. മനസ്സിലായി? നമുക്ക് പിന്നീട് പ്രീവിയസ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഒരു ലിക്വിഡിറ്റി പോയിന്റ് മാർക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. മനസ്സിലായി? അത് ഇവിടുത്തെ ഡയറക്ഷൻ അനുസരിച്ചാണ് നമ്മളിവിടുത്തെ ലിക്വിഡിറ്റികൾ എന്താ പ്രീവിയസ് ഡേയ്സ് അല്ലെങ്കിൽ പ്രീവിയസ് വീക്ക് പ്രീവിയസ് മന്തിലൊക്കെയുള്ള ലിക്വിഡിറ്റികൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. മനസ്സിലായി? അതിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ ഇത് ഉപയോഗിക്കാനുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാര്യത്തിൽ ഈ ഒരു ഏരിയ എന്നുള്ളത് നിങ്ങൾ ഡാറ്റ ഇല്ല എന്ന് കൂട്ടിക്കോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എപ്പോഴും ഈ ഒരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ ഒരു ലോ ബുള്ളിഷ് കാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഇത് മെയിൻ സ്ട്രക്ചർ ആണ്, ഇത് ഇന്റേണൽ സ്ട്രക്ചർ ആണെന്ന് ആദ്യം മനസ്സിലാക്കണം. മനസ്സിലായോ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. മനസ്സിലായോ? അപ്പോൾ ഒരു ബീറിഷ് ട്രെൻഡിൽ ഓപ്പോസിറ്റ് കാൻഡിൽ ഇവിടെ ഒരു ക്ലോസ് ഉള്ള അത് ഇന്റേണൽ സ്ട്രക്ചർ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. മനസ്സിലായോ? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ. ഓക്കെ, ഒന്നുകൂടിയും ക്ലിയർ, അത് ഇങ്ങനെ വീഡിയോയിൽ ഇത് ക്ലിയർ ആക്കി തരാം. ഇതിൽ ഞാൻ മെയിനായിട്ട് 4 hour മുതലുള്ളതാണ് യൂസ് ചെയ്യുന്നത്. ഡെയിലിയും വീക്കിലും എനിക്ക് എന്താ പറയുക, ഞാൻ ഇത്രയും കംഫർട്ടബിൾ 4 hour. അത് കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഓൾറെഡി ഞാൻ ട്രേഡിംഗ് വ്യൂ ഫ്രീ വെർഷനാണ്. അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് ഡെയിലി വീക്കിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഡാറ്റാസ് എനിക്ക് അവൈലബിൾ അല്ല. മനസ്സിലായി? അപ്പോൾ 4 hour ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, 4 hour തൊട്ട്. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്തു, 1 hour നമ്മൾ ഡയറക്റ്റ്ലി, ഇനിയിപ്പോൾ ഇങ്ങനെ ഒന്നും ഇല്ല, നമ്മൾ നോർമലി ഡയറക്റ്റ്ലി 1 hour എടുക്കുകയാണ്. ഓക്കെ, 1 hour എന്ത് ചെയ്തു, ഹൈ ഫോം ചെയ്തു. ആ ഹൈനെ എന്ത് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു. ഈ ബ്രേക്ക് ചെയ്യുന്ന കാൻഡിൽ നിങ്ങൾ നോക്കിയേ, ജസ്റ്റ് ബ്രേക്ക് ഉള്ളൂ. ഈ ഒരു കാൻഡിലാണല്ലോ ജസ്റ്റ് ഒരു ബോഡി ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. ദെൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് കാൻഡിലിന് വെയിറ്റ് ചെയ്യും അല്ലേ? അതൊരു ബുള്ളിഷ് കാൻഡിലോട് കൂടിയിട്ട്, നല്ലൊരു കാൻഡിലോട് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇതൊരു 1 hour പ്രോപ്പർ ബ്രേക്ക് തന്നെയാണ്, ഇല്ലയെന്ന് പറയില്ല. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് കാൻഡിൽ എന്ത് ചെയ്തേക്കുന്നത്, ബീറിഷ് കാൻഡിലാണ്. ഓക്കെ, അത് എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു ലോക്ക് താഴെയും ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതൊരു പ്രോപ്പർ ബ്രേക്ക് തന്നെയാണ്. എല്ലായ്പ്പോഴും ഇതുപോലെ പ്രോപ്പർ ബ്രേക്ക് കിട്ടണം എന്നില്ല. ഓക്കെ, അപ്പം നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, 1 hour ഹൈ കണ്ടുപിടിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് വരുന്ന സമയത്ത് 4 hourലും ബ്രേക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. മനസ്സിലായി? ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 hour ബ്രേക്ക് കിട്ടി. 1 hour ബ്രേക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? 1 hour ബ്രേക്ക് എവിടെ കിട്ടണേ? നമുക്ക് 4 hourന്റെ കാൻഡിൽ ഇവിടെ ക്ലോസ് ആയി. അത് കഴിഞ്ഞാൽ ഈ കാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ കാൻഡിൽ ഓപ്പൺ ആവണോട് കൂടിയിട്ട് നമുക്ക് അറിയുള്ളൂ എന്താണ് 1 hour ബ്രേക്ക് ആയി എന്നുള്ളത് അറിയുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ ജസ്റ്റ് ഒരു വെർട്ടിക്കൽ ലൈൻ ഇടുകയാണ്. അപ്പോൾ ഈ ബ്ലൂ ലൈൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഉള്ളത് മാത്രമേ നമുക്ക് അറിയുള്ളൂ, റൈറ്റിലേക്ക് ഉള്ളത് ലൈവ് മാർക്കറ്റ് ആണ്. അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ദെൻ 1 hour നമുക്ക് ബ്രേക്ക് പ്രോപ്പറായി. ഓക്കെ, ഈ ഒരു കാൻഡിലോട് കൂടിയിട്ട് നമുക്ക് എന്ത് മനസ്സിലായി, 1 hour ബ്രേക്ക് കിട്ടി. ഇനി 1 hour ഹൈ ഫോം ആവണം അല്ലേ? അതേപോലെ തന്നെ എന്ത് വേണം, നമുക്ക് സ്വിംഗ് ഹൈ ഫോം ആവണം. കാരണം നമുക്ക് ഫിബ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് സ്ട്രക്ചർ നിർബന്ധമാണ്, ദെൻ ഒരു സ്വിംഗ് ലോ അല്ലെങ്കിൽ സ്വിംഗ് ഹൈ നിർബന്ധമാണ്, ദെൻ നെക്സ്റ്റ് ബ്രേക്ക് സ്ട്രക്ചർ ശേഷം ഒരു MSS അല്ലെങ്കിൽ ഒരു ഇന്റേണൽ MSS കൺസിഡർ ചെയ്തിട്ട് സ്വിംഗ് ഹൈ ടു സ്വിംഗ് ലോ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഫിബ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്തു, 1 hour ബ്രേക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇന്റേണൽ MS നോക്കണം. എന്തിന്? നമുക്ക് 1 hourന്റെ സ്വിംഗ് ഹൈ ഫോം ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റേണൽ MS നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ, നോട്ട് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞത്. എവിടെ? ഓക്കെ, ഇവിടെ ഇടാം. ഓക്കെ, ഇവിടെ കണ്ട നമുക്ക് 1 hourന്റെ സ്വിംഗ് ഹൈ ഫോം ആവണമെങ്കിൽ എന്ത് വേണം, 15 minute MSS വേണം. ഓക്കെ, 15 minute MSS എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ഇന്റേണൽ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. കാരണം പ്രോപ്പർ ബ്രേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചറിൽ കൺസിഡർ ചെയ്താലേ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. കാരണം ഹയർ ടൈം ഫ്രെയിം ആണ് എപ്പോഴും വാല്യൂ കൂടിയത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ 1 hourൽ നിന്ന് 15 minute പോകുമ്പോൾ അതിൻ്റെ വാല്യൂ ഒന്നുകൂടി കുറയേ ചെയ്യുള്ളൂ. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റേണൽ സ്ട്രക്ചറും എക്സ്റ്റേണൽ സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 1 hourൽ നമ്മൾ എന്ത് ചെയ്തു, നമുക്കൊരു ബ്രേക്ക് 4 hourൽ കൺഫർമേഷൻ കിട്ടി. എന്ത്, ഈ 4 hourന്റെ
ഇന്റേണൽ വെച്ചിട്ട് 1 അവർ ബ്രേക്ക് നമ്മൾ എന്ത് ചെയ്തു, കൺഫേം ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ 50 മിനിറ്റ് MS കിട്ടുക, അതായത് സ്വിങ് ഹൈ ഫോം ആവുന്നതും ഇന്റേണൽ MS വെച്ചിട്ട് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. മനസ്സിലായി? അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ MS എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരിക, നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്, അതിന്റെ ഇടയിൽ നമുക്കൊരു ബിയറിഷ് ക്യാൻഡിൽ വേണം അല്ലേ? ഇവിടുത്തെ കേസിലുണ്ടാ ഇല്ല. മനസ്സിലായി? അത് ഇങ്ങനെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം അത് പറയാം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ 1 അവർ സ്ട്രക്ചറാണ് അല്ലേ? 1 അവർ ഇതൊരു എക്സാമ്പിൾ, ഒരു ബ്രേക്ക് ആണെന്ന് കൂട്ടിക്കോ. നമുക്ക് ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇവിടെ ഉണ്ടാ ഈ ഒരു ഇതിൽ ഈ ഒരു ബീറിഷ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് എന്തായി, ഇന്റേണൽ MS ആയി. 50 മിനിറ്റ് MS ആണ് 1 അവറിലത്തെ സ്വിങ് ഹൈ ഫോം ആയി. എന്താ മനസ്സിലായി? ഇതേപോലെയല്ല നമുക്ക് ഇവിടെ വന്നേക്കണേ. കണ്ട, ഇവിടെ ബുള്ളിഷ് ക്യാൻഡിൽ മാത്രമേ ഉള്ളൂ, ഇവിടെ ആക്ച്വലി ഇന്റേണൽ MS ഇല്ല. ഇവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റ് പറ്റുക. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് സ്വിങ് ഹൈ ഫോം ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേഡ് എടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ പ്രോപ്പറായിട്ട് സ്വിങ് ഹൈ എങ്ങനെ കിട്ടണം, ഇവിടെ നമുക്ക് നേരെ 50 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. മനസ്സിലായി? 50 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ട്, ഇവിടെ ഇന്റേണൽ സ്ട്രക്ചറാണ്. അതായത് 50 മിനിറ്റിന്റെ ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 5 മിനിറ്റ് സ്ട്രക്ചറാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടത്തെ കേസിൽ എങ്ങനെ എടുക്കണം, ഇവിടെ 50 മിനിറ്റിന്റെ ഇന്റേണൽ സ്ട്രക്ചർ എടുത്താലാണ് സ്വിങ് ഹൈ ഫോം ആവുള്ളൂ. അത് ഓരോ സ്ട്രക്ചറിനും എന്താ പറയുക, ഓരോ മാർക്കറ്റിലും പല പല രീതിയിലാണ് ഇത് വരിക. അത് നിങ്ങളെ കുഴപ്പിക്കും മൊത്തത്തിൽ. നമുക്ക് ആകെ ഇതാവും. കാരണം അത്രയും സമയം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാണ് ഇതിൽ. ആ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് നമുക്ക് അതിന് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് 4 അവറിൽ എന്ത് കിട്ടി, ബ്രേക്ക് കിട്ടി. ആ ക്യാൻഡിലാണ് ഇവിടെ വെർട്ടിക്കൽ ലൈനിൽ കൺസിഡർ ചെയ്തേക്കുന്നത്. അതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, 50 മിനിറ്റ് ഇന്റേണൽ MS കിട്ടി. മനസ്സിലായി? അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, 1 അവറിന്റെ സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പം നമ്മളെ ഫിബ് എങ്ങനെ വരയ്ക്കാം, സ്വിങ് ലോ മുതൽ സ്വിങ് ഹൈ വരെ. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള എന്ത് കിട്ടി, ഒരു പ്രീമിയം ഏരിയ കിട്ടി, ഡിസ്കൗണ്ട് ഏരിയ കിട്ടി. മനസ്സിലായി? അപ്പോൾ ഇതൊരു പ്രീമിയം ഏരിയ ആണ്. ഓക്കെ, ഇതൊരു ഡിസ്കൗണ്ട് ഏരിയ കിട്ടി. മാർക്കറ്റിൽ പ്രൈസ് എങ്ങനെ പോയി ചെയ്തേക്കണേ, പ്രീമിയം ഏരിയയിൽ നിന്ന് ഡിസ്കൗണ്ടിലേക്ക് വന്നു. വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എന്ത് ചെയ്തു, മിറ്റിഗേറ്റ് ചെയ്തു. ദെൻ വീണ്ടും പ്രീമിയത്തിൽ പോയി ഇവിടെയുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മിറ്റിഗേറ്റ് ചെയ്തു. ദെൻ വീണ്ടും എന്ത് ചെയ്തു, പ്രൈസ് ഡിസ്കൗണ്ടിൽ വന്ന് ഈ ഒരു ലോ സ്വീപ്പ് ചെയ്തിട്ട് വീണ്ടും അഗെയിൻ പ്രീമിയത്തിലോട്ട് പോയിട്ട് നേരെ ബ്രേക്ക് ചെയ്തു. മനസ്സിലായി? ഈ ഒരു സ്ട്രക്ചർ ഇത് കറക്റ്റ് പ്രോപ്പർ ആയതുകൊണ്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, എല്ലാ ഏരിയയിലും റിയാക്ട് ചെയ്തത്. എല്ലായ്പ്പോഴും ഇതുപോലെയല്ല. മനസ്സിലാവണ്ടേ? എല്ലായ്പ്പോഴും മാർക്കറ്റ് എന്ത് ചെയ്യില്ല, ഇതുപോലെ വന്ന് ഇങ്ങനെ 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 തന്നെ പോകണമെന്നൊരു നിർബന്ധമില്ല. ഇവിടെ വന്നു നേരെ ഇങ്ങനെ കയറി പോവാം. മനസ്സിലായോ? അതേപോലെ തന്നെ ഇവിടെ വന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്തതിന് ശേഷം നേരെ അടിയിലേക്ക് ഇങ്ങനെ പോവാം. മനസ്സിലായി? അതൊക്കെ മാർക്കറ്റിലാണ്. നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലെയാണ് ഇവിടെ എന്ത് ചെയ്തത്, ഇന്റേണൽ MS ആയിട്ട് 50 മിനിറ്റ് MS കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പിന്നീട് എടുക്കുന്ന 15 MS എന്ന് പറയുന്നത് ഇവിടെയാണ്. നമുക്ക് ഇവിടെ കണ്ട ബുള്ളിഷ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു എൻട്രീസ്, ഇവിടെയുള്ള എൻട്രീസ് എന്ത് ചെയ്യും, മിസ് ചെയ്യും. കാരണം ഇവിടെ 50 മിനിറ്റ് MS കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്കൊരു ഷോർട്ട് എൻട്രി ഉണ്ട്. മനസ്സിലായോ? ഇവിടെ നിന്ന് ഒരു ലോങ് എൻട്രി ഉണ്ട്. അപ്പോൾ ഒരു നമുക്ക് ഇവിടുത്തെ 50 മിനിറ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്തുണ്ട്, ഒരു ഷോർട്ട് എൻട്രി ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്നൊരു ലോങ് എൻട്രി ഉണ്ട്. അപ്പോൾ ഒരു സ്ട്രക്ചറിൽ നമുക്ക് 2 എൻട്രിയാണ് വരിക. പക്ഷെ അതെല്ലായ്പ്പോഴും വിജയിക്കണമെന്നൊന്നില്ല. അതൊക്കെ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും നിങ്ങളുടെ ആംബിയൻസിന് അനുസരിച്ചിരിക്കും. നിങ്ങളുടെ മെൻറ്റാലിറ്റി, നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ്, അതൊക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങളുടെ ട്രേഡൊക്കെ നിങ്ങൾക്ക് TP ആവുന്നത് SL ആവുന്നതൊക്കെ നിങ്ങളുടെ കാര്യങ്ങളാണ്. ഞാൻ സ്ട്രക്ചർ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്തു, ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ഇവിടെ ക്ലിയർ ചെയ്തു, ഇവിടെ വരെ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു സ്ട്രക്ചറിലേക്ക് നോക്കാം. നേരെ ഞാൻ എന്ത് ചെയ്തു, അഗെയിൻ 4 അവറിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇത് ഞാൻ എന്ത് ചെയ്തു, ഇത് അടുത്ത ഒരു സിനാരിയോ ആണ് കേട്ടോ. കാരണം ഓരോന്നിലും ഡിഫറെൻ്റ് ആയിട്ടാണ് പോകുന്നത്. കുറച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, നെക്സ്റ്റ് നമുക്ക് മനസ്സിലായി 1 അവർ ലോ ഇതാണ് അല്ലേ? ആ ലോ ബ്രേക്ക് ചെയ്താൽ എന്തായി,
4 അവർ ബ്രേക്കാണ്. ഈ ബ്രേക്ക് ഇവിടെ കിട്ടി. ഈ ബ്രേക്ക് കിട്ടുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? 1 അവർ MS കിട്ടി അല്ലേ? 1 അവർ MS കിട്ടി. 1 അവർ MS കിട്ടുമ്പോൾ 1 അവർ MS എന്താ? 4 അവറിൻ്റെ സ്വിങ് ഹൈ ഫോം ചെയ്യാം അല്ലേ? അപ്പോൾ സ്വിങ് ഹൈ ഫോം ചെയ്യണ ഇവിടെ തന്നെ നോക്കിക്കോ. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 4 അവറിൻ്റെ ടൈം ഫ്രെയിമിൽ നമുക്ക് ബുള്ളിഷ് കാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് 4 അവറിൻ്റെ എന്ത് ചെയ്തു? ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ 4 അവറിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതെന്തായി? മേജർ സ്ട്രക്ചറായി. മനസ്സിലായോ? അതായത് മെയിൻ സ്ട്രക്ചറായി. മനസ്സിലായി? അപ്പോൾ മെയിൻ സ്ട്രക്ചർ ആകുമ്പോൾ 1 അവർ MS കൂടി കിട്ടുമ്പോൾ പിന്നീട് 1 അവറിൻ്റെ സ്ട്രക്ചർ എങ്ങനെ കൺസിഡർ ചെയ്യണം? ഇവിടുന്ന് ബീറിഷായി. ഓക്കെ, ഇവിടുന്ന് ബീറിഷായി. ഈ ഒരു കാൻഡിൽ ക്ലോസ് കിട്ടുന്നതോട് കൂടിയിട്ട് ഇതെന്തായി? ബീറിഷ് മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നടന്നു. ഈ സ്ട്രക്ചർ ഷിഫ്റ്റ് നടക്കുന്നതോട് കൂടിയിട്ട് ബീറിഷായി. പിന്നെ നമ്മൾ എഗെയിൻ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം? 1 അവർ എന്ന് പറയുന്നത് ഇന്റേണൽ സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യണം. മനസ്സിലായി? അപ്പോൾ ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ബീറിഷ് കാൻഡിൽ വന്നിട്ടുണ്ട്. ദെൻ ഈ ബീറിഷ് കാൻഡിൽ വന്നു, ഇവിടെയാണ് ലോ ക്രിയേറ്റ് ചെയ്തത്. ആ ലോ എന്ത് ചെയ്തു? ഇവിടെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇതായിരിക്കണം 1 അവർ MS ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇവിടെയാണ് പലർക്കും മിസ്സിങ് വരും, അത് ഉറപ്പാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെയാണ് ആക്ച്വലി 1 അവർ MS കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ നേരെ 1 അവറിലാണ് ഇത് കൺസിഡർ ചെയ്യുന്നതിരിക്കും. ഓക്കെ, ഇത് 1 അവറിലാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ ഒരു ലോ ഇവിടെ ബ്രേക്ക് ചെയ്തതായിട്ട് കൂട്ടും. ഓക്കെ, ഇത് ഇവിടെ തന്നെയാണ് ബ്രേക്ക് വരുന്നത്. ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത് കൂട്ടും അല്ലേ? ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത് കൂട്ടുന്നത് മാത്രമല്ല, ഇവിടെ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നോക്കിയേ, ഇവിടെ ഒരു സ്വീപ്പ് നടന്നിട്ടുണ്ട് അല്ലേ? അതൊരു ബോഡി പുറത്ത് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ ക്യാൻഡിൽ എൻഗോൾഫ് ചെയ്തു അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ MS കിട്ടിയ ഇല്ലേ എന്നൊക്കെയുള്ള തോട്ടുകൾ നമുക്ക് വരുന്നു, അത് ഉറപ്പാണെന്ന്. മനസ്സിലായി? അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം? ഇവിടെ ഒഴിവാക്കാം. 4 അവർ നമ്മൾ ഇന്റേണൽ സ്ട്രക്ചർ മാത്രം നോക്കിയിരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, നമുക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഓക്കെ, ഓൾറെഡി നമുക്കിവിടെ 50 മിനിറ്റ് സ്ട്രക്ചറിൽ നമുക്ക് ആ ട്രേഡൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതും നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ കോമൺലി ഒരു മിസ്സിങ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോ ഇവിടെ ബ്രേക്ക് ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ ഫിബ് എങ്ങനെ കൺസിഡർ ചെയ്യുക? ഈ ലോ ക്രിയേറ്റ് ചെയ്ത പോയിന്റും ബ്രേക്ക് ചെയ്ത പോയിന്റിലത്തെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ചെയ്താൽ ഇവിടെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഫിബ് വരയ്ക്കുമ്പോൾ ഈ ഹൈ മുതൽ ലോ വരെ വരയ്ക്കാം. അപ്പോൾ തന്നെ എന്തായി? നമ്മുടെ പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ പോയിന്റ് വൈസിന് മിസ്സിങ് വരും. അത് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ 4 അവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വരാം, ഫിബിലേക്ക് വരാം. അതിന് മുന്നേ കുറച്ച് കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. ഓക്കെ, അതിന് മുന്നേ ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ ഞാനിതിൽ 1 അവർ ആക്കാം. ഓക്കെ, ഒരു ഐഡിയ കൈയോടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ 1 അവർ ആക്കിയിട്ടുണ്ട്. ഇവിടെ 4 അവറാണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് 4 അവറിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു മാർക്കറ്റ് ഷിഫ്റ്റ് ആണ് ഇവിടെയുള്ള ഈ ഒരു ലോ. കാരണം ഇവിടെ നിന്ന് ബീറിഷ് ആണ്. ബീറിഷ് ഇവിടെ കൺഫർമേഷൻ നമുക്ക് കിട്ടി. ദെൻ നമുക്ക് ഈ 4 അവറിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ബീറിഷ് കാൻഡിലിൻ്റെ കഴിഞ്ഞിട്ട് ഒരു ബുള്ളിഷ് കാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായി? കാരണം ഇവിടെ ട്രെൻഡ് ആയിരുന്നു, അപ്പോൾ നമ്മൾ ബീറിഷ് കാൻഡിൽ കൺസിഡർ ചെയ്യണം. ഇവിടെ ഡൗൺ ട്രെൻഡ് ആണ്, നമുക്ക് എന്ത് ചെയ്യണം? ഒരു ബുള്ളിഷ് കാൻഡിൽ കൺസിഡർ ചെയ്യണം. ഇവിടെ ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഗ്രേ കാൻഡിലാണ് ഇവിടെ ബുള്ളിഷ്. അപ്പോൾ അതിൻ്റെ ലോ എന്ത് ചെയ്തു? ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ക്ലിയർ? ഈ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നെക്സ്റ്റ് എന്ത് വേണം? നമുക്ക് 1 അവറിൽ എന്ത് വേണം? 50 മിനിറ്റിൻ്റെ ഇന്റേണൽ MS കിട്ടണം അല്ലേ? ഇന്റേണൽ MS കിട്ടിയാലാണ് എന്ത് കിട്ടുള്ളൂ? നമുക്ക് 1 അവറിൻ്റെ സ്വിങ് ലോ കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ സ്വിങ് ലോ കിട്ടുന്നതിനേക്കാൾ മുന്നേ നമുക്ക് വേറെ എന്ത് വേണം? ലോ ഫോം ആവണം അല്ലേ? ലോ ഫോം ആവുന്നത് എങ്ങനെയാണ്? ഒരു ബീറിഷ് കാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ 1 അവറിൽ നമുക്ക് ഇവിടെ ബ്രേക്ക് കിട്ടി. ഓക്കെ, ബ്രേക്ക് കിട്ടി. ഇവിടെ ഒന്നും എന്തില്ല? ബീറിഷ് കാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇല്ലല്ലോ, ഇവിടെ ബ്രേക്ക് ചെയ്താ ഇല്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? ബീറിഷ് കാൻഡിലിൻ്റെ ഹൈ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു അല്ലേ? അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇവിടെ ബുള്ളിഷ് കാൻഡിലിൻ്റെ ഹൈയോടെയും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതായത് 50 മിനിറ്റിൻ്റെ ഇന്റേണൽ MS ഇവിടെ കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമുക്ക് ഓക്കെ 1 അവറിൻ്റെ സ്വിങ് ലോ അല്ലെങ്കിൽ സ്വിങ് ഹൈ ഫോർമേഷൻ എന്ന് പറയുന്നത് 50 മിനിറ്റിൻ്റെ MS ആണ്. അപ്പോൾ ഇവിടെ 1 അവറിൽ നമുക്ക് എന്ത് കിട്ടിയേ? 50 മിനിറ്റിൻ്റെ ഇന്റേണൽ MS. മനസ്സിലായി? ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമുക്ക്
ഈ ഒരു ബുള്ളിഷ് കാൻഡിലിന്റെ ഹൈ ഇവിടെ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. മനസ്സിലായി. അപ്പൊ ഈ ബ്രേക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി, 50 മിനിറ്റ് ഇന്റേണൽ എംഎസ് കിട്ടി. ദെൻ 1 അവറിന്റെ സ്വിംഗ് ലോ ഫോം ആയി. മനസ്സിലായി. അപ്പൊ ഇത് ഫോം ആവുന്നതോട് കൂടിയിട്ട് നേരെ എന്ത് ചെയ്യരുത്, സ്വിംഗ് ഹൈ കിട്ടിയിട്ടുണ്ട്, ദെൻ സ്വിംഗ് ലോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നേരെ ഇവിടെ ഫിബ് വരയ്ക്കാൻ പാടില്ല. മനസ്സിലായ. ആ ഒരു ലോ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിരിക്കണം. ലോ എന്ന് പറയുന്നത് ഈ ഒരു ബുള്ളിഷ് കാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ആവുമ്പോൾ ആ ബുള്ളിഷ് കാൻഡിലിന്റെ ലോ ഇവിടെ ഒരു ബോഡി ക്ലോസ് കിട്ടിയിരിക്കണം. മനസ്സിലായി. ബോഡി ക്ലോസോ അല്ലെങ്കിൽ സ്വീപ്പോ കിട്ടിയിരിക്കണം. കിട്ടിയില്ലെങ്കിൽ ഇത് എന്താവില്ല, വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആവില്ല. മനസ്സിലായോ. അപ്പോൾ ഇവിടെ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ബ്രേക്ക് ഇല്ല എങ്കിൽ നമുക്ക് ഇതായിരിക്കും ഇന്റേണൽ എം എസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലോ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തതിന് ശേഷം റീസെന്റ് നിൽക്കുന്ന ഒരു ബുള്ളിഷ് കാൻഡിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള 50 മിനിറ്റ് എം എസ് എസ് ആണ്. അതേപോലെ തന്നെ സ്വിംഗ് ലോ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോം ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. അപ്പോൾ ഇതൊരു വാലിഡ് ആണ്. അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇനി സ്വിംഗ് ഹൈ വേണം അല്ലെ. അപ്പൊ ഇവിടെ ഒരു സ്വിംഗ് ഹൈ എന്ന് പറയുമ്പോൾ ഇവിടെ വേറൊരു പ്രശ്നം കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. ഈ ഒരു സ്ട്രക്ചർ പ്രകാരം നിങ്ങൾ ഇതേ സ്ട്രക്ചർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കോ. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 അവറിന്റെ സ്ട്രക്ചറിൽ നമുക്ക് ഇവിടെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയത് അല്ലെ. നമുക്ക് റീസെന്റ് നിൽക്കുന്ന ബുള്ളിഷ് കാൻഡിന്റെ ലോ ബ്രേക്ക് ചെയ്ത് ഇവിടെയാണ് അല്ലെ. അത് കഴിഞ്ഞിട്ട് അഗെയിൻ എന്ത് ചെയ്തു, ഒരു ബുള്ളിഷ് കാൻഡിൽ കൂടി ഇവിടെ ഉണ്ട്. മനസ്സിലായോ. അപ്പോൾ ആക്ച്വലി 1 അവർ ബ്രേക്ക് ഇവിടെയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് കഴിഞ്ഞു, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രീമിയത്തിൽ പോയിട്ട് പിന്നെ പ്രൈസ് എന്ത് ചെയ്തു, എഗെയിൻ ഒരു ബ്രേക്ക് തന്നു. അപ്പോൾ ഇനി ഈ ഒരു സ്ട്രക്ചർ വാലിഡ് അല്ല. മനസ്സിലായി. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് ആക്ച്വലി ബ്രേക്ക് വരണേ. നോക്കിയത് ഇവിടെയാണ് ബ്രേക്ക് വരണേ. മനസ്സിലായി. അപ്പോൾ സ്വിംഗ് ഹൈ എന്ന് പറയുമ്പോൾ ഈ ലോ ക്രിയേറ്റ് ചെയ്ത പോയിന്റ്, ദെൻ ബ്രേക്ക് ചെയ്ത പോയിന്റിലത്തെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 1 അവറിൽ വരുമ്പോൾ നോക്കി, ലോ ക്രിയേറ്റ് ചെയ്ത പോയിന്റ്, ബ്രേക്ക് ചെയ്ത പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഫിബ് വരയ്ക്കുമ്പോൾ സ്വിംഗ് ഹൈ മുതൽ സ്വിംഗ് ലോ വരെ പ്രൈസ് എന്ത് ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് നേരെ പ്രീമിയത്തിൽ പോയി മാർക്കറ്റ് നേരെ താഴത്തോട്ട്. കാരണം ഓൾറെഡി ബീറിഷ് ട്രെൻഡ് ആണ്. മനസ്സിലായോ. ഇതേപോലെ വേണം സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പോൾ ഇന്റേണലി കൺസിഡർ ചെയ്യും, ഇതേപോലെ കൺസിഡർ ചെയ്യുക. ദെൻ മെയിൻ സ്ട്രക്ചർ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ബുള്ളിഷ് കാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിരിക്കണം. മനസ്സിലായോ. അത് ഇവിടെ നോക്കാം. ഇത് ഇവിടത്തെ ഇത് 4 അവറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും എന്താ പറയുക, ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്താൽ മതി, ഒരു ഗ്രേ കാൻഡിന്റെ ബ്രേക്ക്, സോറി ഇവിടെ ബുള്ളിഷ് കാൻഡിന്റെ ബ്രേക്ക് നോക്കിയാൽ മതി. ഇവിടെ നിങ്ങൾ 1 അവർ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ബ്രേക്ക് നോക്കണം. ബ്രേക്ക് നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 50 മിനിറ്റ് എം എസ് ഉണ്ടോ, സ്വിംഗ് ലോ ആണോ എന്നൊക്കെ ഇവിടെ ഒക്കെ നോക്കി 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 പിടിച്ചിട്ട് വേണം വരണമെന്നുണ്ടെങ്കിൽ. മനസ്സിലായി. അതായത് 1 അവറിന്റെ ബ്രേക്ക്, ഓക്കെ, 1 അവറിന്റെ ബ്രേക്ക് കിട്ടിയതിന് ശേഷമാണ് എന്ത് ചെയ്യണേ, ഇവിടെ 50 മിനിറ്റ് എം എസും കാര്യങ്ങളും 1 അവറിന്റെ ലോ ഒക്കെ നോക്കണത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കണം. ഒരു എക്സാമ്പിൾ കൂടി എന്ത് ചെയ്യാം, ഇതിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, ടൈം എടുക്കും, അത്യാവശ്യം നല്ല കൺഫ്യൂഷൻ ആക്കുന്ന ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു പാർട്ട് കൂടി. ഓക്കെ, നമുക്ക് ഇവിടെയാണ് ലാസ്റ്റ് എന്ത് ചെയ്ത് ബ്രേക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, 4 അവർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ ഒരു ബുള്ളിഷ് കാൻഡിൽ ഇവിടെ ഉണ്ട് അല്ലേ. അതിന്റെ ലോ എന്ത് ചെയ്തു, ഈ ഒരു ലോ നോക്കാം, പ്രൈസ് എവിടെയാണ് ലോ ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കുക. ഓക്കെ, ഇതാണ് ലോ. ആ ലോ എന്ത് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് വേണം, 1 അവർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. പ്രോപ്പർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ് 1 അവറിൽ കിട്ടിയിട്ടുള്ളത്. എവിടെ ഉണ്ട്, 1 അവർ പ്രോപ്പർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ്. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് വേണം, 50 മിനിറ്റിൽ ഇന്റേണൽ എം എസ് വേണം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു മാർക്കറ്റ്. ഓക്കെ, ഞാൻ ഒരു വട്ടോടെയും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ അഗെയിൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അഗെയിൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു ലോ എന്ത് ചെയ്തു, ഇവിടുത്തെ ലിക്വിഡിറ്റിയും സ്വീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് ഒരു ബോഡി ക്ലോസ് വന്നു. മനസ്സിലായോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ എന്തായി, നമുക്ക് 50 മിനിറ്റ് എം എസ് ആയി. മനസ്സിലാവുന്നുണ്ടോ. നേരെ 50 മിനിറ്റ് പോയി നോക്കാം.
കണ്ട നമുക്ക് ഈ ഒരു നമുക്ക് ഇവിടെയാണ് ലോ ക്രിയേറ്റ് ചെയ്തത്, അതേ സെയിം സിനാരിയോ തന്നെ ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ എന്ത് ചെയ്തു, ഈ ഒരു ലോനെ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് 50 മിനിറ്റ് MS വന്നു. മനസ്സിലായി? ഇവിടെ ബ്ലാക്ക് ഹാൻഡിന്റെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പ്രോപ്പറാണ്. മനസ്സിലായി? അതാണ് ഇത്. ഇത്രയും കൺഫ്യൂഷൻ ഇല്ല. ഇത്രയും കാൻഡിൽ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അനാവശ്യമായിട്ടുള്ള കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അതിൻ്റെ ഒന്നും എന്തില്ല, നമ്മുടെ ഈ ഇന്റേണൽ സ്ട്രക്ചർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇതും ഇവിടെ ഇല്ല. മനസ്സിലായി? ഇവിടെ ഈ ഒരു സ്വീപ്പ് കൂടി കിട്ടിയതിന് ശേഷമാണ്, സ്വീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്വീപ്പാണ്, കണ്ട സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്തു, 50 മിനിറ്റ് MS കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, സ്വിംഗ് ലോ 1 അവറിൻ്റെ സ്വിംഗ് ലോ ഫോം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. MS കിട്ടിയതിന് ശേഷമാണ് ബീറിഷ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. മനസ്സിലായി? അതും ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഒന്ന്. അത് കഴിഞ്ഞ് നമ്മൾ ഫിബ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കാം, സ്വിംഗ് ഹൈ മുതൽ സ്വിംഗ് ലോ. മനസ്സിലായി? ഇവിടെ പ്രൈസ് എന്ത് ചെയ്തില്ല, പ്രീമിയത്തിലേക്ക് വന്നിട്ടില്ല. മനസ്സിലായി? അത് നേരെ ഇറങ്ങിപ്പോയി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലായ്പ്പോഴും പ്രീമിയത്തിലേക്ക് വരണമെന്നില്ല, എല്ലായ്പ്പോഴും ഒരേപോലെ തന്നെ റിയാക്ട് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും ട്രെൻഡിനനുസരിച്ചാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, വിത്തൗട്ട് ട്രേഡ് ഈസ് ഓൾസോ ട്രേഡ് എന്നാണ് പറയുക. അതായത് നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കുന്നതും അതൊരു ട്രേഡാണ്. മനസ്സിലായി? അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു കൗണ്ടർ ട്രേഡ് ഇവിടെ നിന്ന് നോക്കിയാണ്, ഒരു 50 മിനിറ്റ് MS ഒക്കെ കിട്ടി, ദെൻ പ്രൈസ് എന്തായാലും പ്രീമിയത്തിലേക്ക് പോകണം, നമ്മൾ ആലോചിക്കുകയാണ്. മനസ്സിലായി? പ്രീമിയത്തിലേക്ക് പോയിട്ടില്ലെന്ന് മനസ്സിലായി? അപ്പം നമ്മൾ ആലോചിക്കുകയാണ്, നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാണ് മാർക്കറ്റ് അങ്ങടേ പോവുള്ളൂ എന്ന്. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ലോങ് എൻട്രി നോക്കിയാൽ എന്തായി, അത് SL ആയി. മനസ്സിലായി? അപ്പം നിങ്ങൾ ട്രെൻഡിനനുസരിച്ചാണ് ട്രേഡ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡേ മിസ്സാവുള്ളൂ. മനസ്സിലായോ? നിങ്ങൾക്ക് ലോസ് വരില്ല. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കി നോക്ക്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്താ പറയുക, നമുക്കൊരു ഡിഫിക്കൽട്ടി വരുന്നത് ഈ ഒരു MS എടുക്കുമ്പോൾ ദെൻ പിന്നീട് MS വരുമ്പോൾ ഈ ഒരു 1 അവറിൻ്റെ സ്ട്രക്ചർ ഇവിടെ മാറുന്നുണ്ടല്ലോ, അത് മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരിക. മനസ്സിലായോ? അതിൽ മാത്രമാണ് ഒരു കൺഫ്യൂഷൻ വരിക. ഓക്കെ, പിന്നെ എന്തായാലും ചെയ്തു. ഇപ്പം ഞാൻ ഒരു 1 അവറിൻ്റെ സ്ട്രക്ചർ കൂടി ഒന്ന് കാണിച്ചു തരാം. എന്തായാലും ഇത്ര ടൈം എടുത്തില്ലേ. ഇനി നമ്മൾ 1 അവറിൻ്റെ സ്ട്രക്ചറിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊന്നും മാറ്റുന്നില്ല, നമ്മൾ ആ ടൈം ഫ്രെയിം മാത്രമേ എന്ത് മാറ്റുന്നുള്ളൂ. ഇപ്പോൾ 4 അവറിൽ ചെയ്തത് എന്താണോ അത് നേരെ നമ്മൾ 1 അവറിലേക്ക് മാറ്റുന്നു. ദെൻ 1 അവറിൽ ചെയ്തത് എന്താണോ അത് 15 മിനിറ്റിലേക്ക് മാറ്റുന്നു. ദെൻ 50 മിനിറ്റിൽ ചെയ്തിരുന്നത് എന്താണോ നേരെ 5 മിനിറ്റ്, അങ്ങനെ നേരെ എൻട്രി ടൈം ഫ്രെയിം വരെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് കീ പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന 2 കാര്യമാണ്. ഒന്ന് എക്സ്റ്റേണൽ, ഇൻറ്റേണൽ. ദെൻ ഈ പറയുന്ന കൺഫോർമേഷൻ MSS, അതായത് പ്രോപ്പറായിട്ടുള്ള സ്വിംഗ് ലോ സ്വിംഗ് ഹൈ ഫോം ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം എക്സ്റ്റേണലും എന്ന് പറയുന്നത് നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്, ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത ഹൈ ആയി, ബേറിഷ് ക്യാൻഡിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത ലോ ആയി. ദെൻ ഒരു ട്രെൻഡിൽ അല്ലെങ്കിൽ ഒരു രണ്ട് എന്താ പറയുക, ബീറിഷ് ക്യാൻഡിൻ്റെ ഇടയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, അല്ലെങ്കിൽ ഒരു 2 ബുള്ളിഷ് ക്യാൻഡിൻ്റെ ഇടയിൽ ഒരു ബേറിഷ് ക്യാൻഡിൽ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റേണൽ സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് മാത്രമേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുള്ളൂ, ഈ 2 കാര്യം. ഇത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ചാർട്ടിൽ പ്ലോട്ട് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം, കാരണം കൺഫ്യൂഷൻ ഉള്ള പാർട്ടാണ് കേട്ടോ. അപ്പോൾ 1 അവറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 1 അവറിൽ ഞാൻ ഒരു കാര്യം ഇതിൽ ചെയ്യാവുന്നത്, നമ്മളിതിൽ വേറെ ഡാറ്റാസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല എന്ന് വിചാരിക്കുക. അതായത് വേറെ ബുള്ളിഷ് ആണെന്നോ മാർക്കറ്റ് ട്രെൻഡ് ഉണ്ടെന്നോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. ജസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മനസ്സിലായി? ഈ ഒരു ഒറ്റ ക്യാൻഡിൽ, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, അതിൻ്റെ പ്രീവിയസ് എന്താണ്, ബുള്ളിഷ് ആണെന്നോ ബിയറിഷ് ആണെന്നോ ഒന്നും നമ്മൾ നോക്കണില്ല. ഓക്കെ, ഇവിടെ നിന്നങ്ങോട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് എന്താണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, നമുക്കൊരു ഹൈ ഫോം ചെയ്തു അല്ലേ, നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് 1 അവറിൻ്റെ ഒരു ഹൈ ഫോം ചെയ്തു. ദെൻ എഗെയിൻ നമുക്കൊരു ബീറിഷ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ലോയും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുന്നുള്ളത് ഒന്നും നമ്മൾ അറിയില്ല, ട്രെൻഡ് ഒന്നും അറിയില്ല. അപ്പോൾ ട്രെൻഡ് എനിക്ക് മനസ്സിലാവണം അല്ലേ, കാരണം ഇത്രയും ഇതും കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്നെ സംബന്ധിച്ച് ഇതൊരു മെയിൻ സ്ട്രക്ചറാണ് അല്ലേ. ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നേരത്തെ 4 അവറിൽ എന്താ ചെയ്തത്, 4 അവറിൽ നമ്മൾ എന്ത് ചെയ്തു, 1 അവറിൻ്റെ പ്രോപ്പറായിട്ടുള്ള ബ്രേക്കോ സ്ട്രക്ചറും പ്രോപ്പറായിട്ടുള്ള MSS, അതായത് സ്വീപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ
ഫോം ചെയ്യുന്നത്, അതായത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 4 ഹവറിൽ എക്സ്റ്റേണലും ഇന്റേണൽ സ്ട്രക്ചർ എടുത്തു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 1 ഹവറിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട്, സോറി, ഇവിടെ ഒരു ഹൈ ഫോം ചെയ്തു, ഒരു ലോ ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതെന്താണ്, 1 ഹവറിൻ്റെ എക്സ്റ്റേണൽ സ്ട്രക്ചറാണ്. മനസ്സിലായോ? ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ എന്തില്ല, നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇല്ല. ഓക്കെ, ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താനെ, നമ്മളതൊരു ഇന്റേണൽ സ്ട്രക്ചർ ആയിട്ട് എടുത്താനെ. ഇപ്പം നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ ഈ ഒരു ട്രെൻഡാണ്, ഇതിലിവിടെ എന്തുണ്ട്, ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ട്. മനസ്സിലായി? ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ കേസിൽ ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത് എന്ത് ചെയ്തേനെ, ഇന്റേണൽ സ്ട്രക്ചർ ആയിട്ട് എടുത്തേനെ. ഓക്കെ. അത് കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്തു, നമുക്കൊരു ലോ ഫോം ചെയ്തു, തന്നെ ഹൈ ഫോം ചെയ്തു. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെന്റ് ആണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ബീറിഷ് ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, നേരെ 50 മിനിറ്റ് പോയി. ഓക്കെ. 50 മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ഒരു ബ്രേക്ക് നടന്ന് 50 മിനിറ്റിൽ നമുക്ക് എന്ത് കിട്ടി, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ. നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു ഹൈ കിട്ടി. ഓക്കെ. അപ്പോൾ ഇതാണ് 50 മിനിറ്റ് ഹൈ വരുന്നത്. അത് ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്തു, ഈ 50 മിനിറ്റ് ഹൈ ഇവിടെ ഫോം ചെയ്തു അല്ലേ. ഹൈ ഫോം ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു അല്ലേ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു ബോഡി ക്ലോസ് വന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ നേരെ എൻഗോൾഫ് ചെയ്തിട്ട് വേറെ ക്യാൻഡിൽ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്ത് ചെയ്തു, ഒരു ബോഡി ക്ലോസ് വന്നു. ദെൻ എഗെയിൻ എന്ത് ചെയ്തു, ഒരു സ്വീപ്പ് വന്നു. അപ്പോൾ ഇങ്ങനത്തെ സിനാരി വരുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് 1 ഹവറിൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻറ്റ്, അതായത് ഇന്റേണൽ സ്ട്രക്ചർ എക്സ്റ്റേണൽ സ്ട്രക്ചർ കൺസിഡർ ചെയ്യുമ്പോഴത്തെ ഒരു വ്യത്യാസം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നോർമലി 50 മിനിറ്റിൽ ഡയറക്റ്റ് പോയിട്ട് സ്വിംഗ് ഹൈ ഫോം ചെയ്യണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുക്കണം, അതൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. മനസ്സിലായി? പക്ഷെ പലപ്പോഴും അത് തെറ്റാറുണ്ട്, സ്ട്രക്ചർ മൊത്തം തെറ്റാറുണ്ട്. മനസ്സിലായി? ഇത് നേരെ ഞാൻ 1 ഹവർ എടുക്കുകയാണ്. ഓക്കെ. നോക്കി, ഇതാണല്ലോ നമ്മുടെ 50 മിനിറ്റ് ഹൈ ഫോം ചെയ്തത് അല്ലേ. അത് എന്ത് ചെയ്തു, ഇവിടെയൊക്കെ ബ്രേക്ക് ചെയ്താ ഇല്ല, ഇവിടെയും ബ്രേക്ക് ചെയ്താ ഇല്ല, ഇവിടെയൊക്കെ എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തേ അല്ലേ. സ്വീപ്പ് ചെയ്തു. ഓക്കെ. സ്വീപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്വീപ്പാണെന്ന് മനസ്സിലായി. ഓക്കെ. സ്വീപ്പാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ. ലിക്വിഡിറ്റി സ്വീപ്പാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്ത് വേണം, ഇനി ഏത് ലോ ബ്രേക്ക് ചെയ്താലാണ് 50 മിനിറ്റ് MS ഡൗൺ ട്രെൻഡ് ഏത് സൈഡിലേക്ക് പോവുക എന്നുള്ളത് നമുക്ക് അറിയണ്ടേ അല്ലേ. നമുക്ക് ഇതിൽ നോക്കുമ്പോൾ ഈ ഒരു ലോ ആണ് മെയിനായിട്ട് ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ലോ ഇതാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എഗെയിൻ എന്ത് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അവിടെ ലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ എന്തായി, നമുക്ക് അടുത്ത MS ആയി. അത് കഴിഞ്ഞ് വീണ്ടും എഗെയിൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ ഇവിടെ ഒരു ഗ്രേ ക്യാൻഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് ഏത് ലോ ക്രിയേറ്റ് ചെയ്താലാണ്, ഏത് ലോ ബ്രേക്ക് ചെയ്താലാണ് MS എന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ വരും. ഇതൊക്കെ വരും ഇതിൽ. മനസ്സിലായി? ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ എന്ത് ചെയ്യണേ, 1 ഹവർ സ്ട്രക്ചർ പോകണേ. 1 ഹവറിൽ നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, 50 മിനിറ്റ് ഹൈ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ 50 മിനിറ്റ് സ്ട്രക്ചറിൽ പോയിട്ട് കൺഫേം ചെയ്തു അല്ലേ. അത് കഴിഞ്ഞിട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് വന്നു, എഗെയിൻ സ്വീപ്പ് വന്നു. ഇവിടെ 1 ഹവർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എന്തുണ്ട്, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ട്. ഓക്കെ. അതിന് മുന്നേ ഒരു ബീറിഷ് ക്യാൻഡിൽ ഉണ്ട്. കാരണം ഇതൊരു ബുള്ളിഷ് മൊമെൻ്റ് ആണ്. ബുള്ളിഷ് മൊമെൻ്റത്തിൽ ഒരു ബീറിഷ് ക്യാൻഡിൽ വന്നാൽ അതൊരു ഇന്റേണൽ സ്ട്രക്ചറാണ്. ഇവിടുത്തെ നേരെ വൈസ് വേഴ്സാ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇതെന്തായിരുന്നു, ഒരു ഡൗൺ ട്രെൻഡ് ആണ്, അതായത് ഒരു ബീറിഷ് മൊമെന്റ് ആണ്. അതിൽ എന്ത് ചെയ്തു, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. അപ്പോൾ ഇതിന്റെ നേരെ വൈസ് വേഴ്സ എന്ന് പറയുമ്പോൾ ഒരു ബുള്ളിഷ് മൊമെന്റത്തിൽ ഒരു ബീറിഷ് ക്യാൻഡിൽ. മനസ്സിലായോ? അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. ഒരു ബുള്ളിഷ് മൊമെന്റ് ആണ്, അതിലുള്ള എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ എന്ത് വന്നു, ഒരു ബീറിഷ് ക്യാൻഡിൽ വന്നു. അപ്പോൾ ഒരു ഇന്റേണൽ സ്ട്രക്ചറായി. അപ്പോൾ നമുക്ക് ഇതിന്റെ ലോ കൺസിഡർ ചെയ്താൽ മതി. ഇതിന്റെ ലോ എന്ന് പറയുമ്പോൾ ഇതാണ് ലോ വരിക. ഇതാണ് പ്രോപ്പറായിട്ടുള്ള 50 മിനിറ്റ് MS. മനസ്സിലായോ? 50 മിനിറ്റ് MS. ഇത് നേരെ 50 മിനിറ്റ് പോയി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള MS കിട്ടും. അതിൽ വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാണ്ടാ. ഇതാണ് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള MS. ഇതിങ്ങനെ നിങ്ങൾ എടുത്ത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. നേരെ 1 ഹവർ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പുതിയതായിട്ട് വരുന്നവർക്ക് സംബന്ധിച്ച് ഇത് അടിപൊളിയായിട്ട് ഈ സാധനം ഫസ്റ്റ് ടൈം ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല, പ്രോപ്പറാവും. മനസ്സിലായി? അതിലൊരു ഡൗട്ടും വിചാരിക്കേണ്ട. മനസ്സിലായി? ഈ സ്വീപ്പ് ഇതൊക്കെ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള കുറേ ചിന്തകൾ നമ്മുടെ മൈൻഡിൽ വരും.
മനസ്സിലായി. നമ്മൾ ഇത് മാത്രം ആലോചിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ല. നമുക്ക് വേറെയും പല കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നേരെ ഇതുപോലെ 1 ഹവറിൽ പോയിട്ട് സ്ട്രക്ചർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. കണ്ടാ ഇപ്പൊ ഈ 15 മിനിറ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇത് സ്വീപ്പ് വന്നു. അയ്യോ ഇവിടുന്ന് ഇറങ്ങി പോവോന്ന് ഞാൻ ആലോചിക്കും അല്ലേ? എഗെയിൻ സ്വീപ്പ് വന്നു. ഓക്കെ ഇനി ഇവിടെ നിന്ന് കയറി പോവും. ഈ ബോഡി ഗ്ലോസ് അല്ലേ? ഇനി ഇവിടുന്ന് കയറി പോകുമെന്ന് ആലോചിക്കും അല്ലേ? അത് കഴിഞ്ഞ് വീണ്ടും സ്വീപ്പ് തന്നു. മനസ്സിലായി. അപ്പൊ നമുക്ക് തന്നെ എന്തോ പോലെയോ ലാസ്റ്റ് നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വന്ന് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് എന്തോ പ്രോപ്പർ സ്ട്രക്ചർ അടിപൊളി ട്രേഡ് മിസ്സായി പോയി. നമ്മളൊക്കെ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായി. അപ്പൊ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്ത് നോക്കിക്കേ, ഇതേപോലെ 1 ഹവർ എടുത്തിട്ട് ഈ 1 ഹവറിന്റെ സ്ട്രക്ചറിൽ ഇതേപോലെ കൺസിഡർ ചെയ്ത് നോക്കി നോക്ക്. വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. കാരണം ഇതൊരു ബുള്ളിഷ് മൊമെന്റ് ആണ്. അതിന് നമുക്കൊരു ബിയറിഷ് കാൻഡിൽ ഉണ്ട്. അതിന്റെ ലോ എന്ന് പറയുന്നത് ഈ ഒരു വിക്കിന്റെ ഉള്ളിലെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാണ് ലോ ആയിട്ട് കൺസിഡർ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ ഇവിടെ ഡൗട്ട് വരാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകണമെന്ന് മാത്രം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കി നോക്ക്. ഇവിടെ ഞാൻ എന്ത് ഡാറ്റ എടുത്തേ? ഒന്നുമില്ല. ഞാൻ ആകെ ഈ ഒരു ബുള്ളിഷ് കാൻഡിൽ തുടങ്ങിയതാ അല്ലേ? എന്നിട്ട് ഇവിടം വരെ എത്തി. ഇത്രയും ഡാറ്റാസ് നമുക്ക് കിട്ടിയില്ലേ? ഇപ്പൊ എത്ര സമയത്തെ ഡാറ്റയുണ്ട്? 10 മണിക്കൂറത്തെ ഡാറ്റയാണ്. മനസ്സിലായോ? നമുക്ക് ആ ഒരു ട്രേഡ് കിട്ടാൻ അത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതൊക്കെ വേറെ കേസ്. പക്ഷേ ഇപ്പോഴും ഇത് നമുക്ക് കുത്തിപ്പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള 50 മിനിറ്റ് എംഎസ് കിട്ടി അല്ലേ? 50 മിനിറ്റ് എംഎസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? സ്വിംഗ് ഹൈ കിട്ടി അല്ലേ? T20 പോവാം. ഓക്കെ നമുക്ക് 50 മിനിറ്റ് ഹൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ കിട്ടണമെങ്കിൽ എന്ത് വേണം? ലോ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ 1 ഹവറിൽ എന്താ ചെയ്തേ? 1 ഹവറിന്റെ ഇന്റേണൽ എംഎസ് കൺസിഡർ ചെയ്തു. അതായത് ഇവിടെ 50 മിനിറ്റ് നമുക്ക് എന്ത് കിട്ടണം? ഓക്കെ ഇവിടെ 50 മിനിറ്റ് നമുക്ക് എന്ത് കിട്ടണം? 50 മിനിറ്റിൽ 5 മിനിറ്റിന്റെ MSS കിട്ടിയാലാണ് സ്വിംഗ് ഹൈ അല്ലെങ്കിൽ സ്വിംഗ് ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമ്മളിവിടെ 5 മിനിറ്റ് നമ്മൾ എന്താ ചെയ്യുക? ഇന്റേണൽ എംഎസ് ആയിട്ട് കൺസിഡർ ചെയ്യും അല്ലേ? നേരെ എടുത്തു 50 മിനിറ്റ് എടുത്തു. ഓക്കെ നമുക്ക് 50 മിനിറ്റ് ഇവിടെ എംഎസ് പ്രോപ്പർ MSS ആണ്. 1 ഹവർ ഒക്കെ ചെക്ക് ചെയ്തു. അടിപൊളിയാണ്. ഓക്കെ ഇനി നമുക്ക് എന്ത് വേണം? ഇന്റേണൽ എംഎസ് വേണം. ഇന്റേണൽ എംഎസ് എങ്ങനെ ഉണ്ടാവുക? ഇവിടെ 50 മിനിറ്റിൽ എന്ത് കിട്ടി? നമുക്കൊരു ബുള്ളിഷ് കാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തൊരു ഹൈ ഫോം ചെയ്തു. അപ്പോൾ ഇത് മെയിൻ സ്ട്രക്ചറാണ്. ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇതൊരു ബിയറിഷ് ട്രെൻഡ് ആണ്. അതിലൊക്കെ എന്തുണ്ട്? ഒരു ഗ്രേ കാൻഡിൽസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഇന്റേണൽ സ്ട്രക്ചേഴ്സാ. പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞണ്ട. ഒക്കെ ഇന്റേണൽ സ്ട്രക്ചേഴ്സാ അല്ലേ? അപ്പോൾ നമുക്കിവിടെ MSS കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒരു ലോ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നേരെ ഒരു ബുള്ളിഷ് കാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുക അല്ലേ? ഇവിടെ ബിയറിഷ് ട്രെൻഡ് ആയതുകൊണ്ട് ബുള്ളിഷ് കാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് എന്തായി? ഇന്റേണൽ MSS ആയി. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ നമുക്ക് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു എന്താ പറയുക ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഇങ്ങനെ പോണേ. മനസ്സിലായി? ഇത് ഒന്നുകൂടിയും കുഴപ്പിക്കുന്ന രീതിയിൽ നോക്കാം. അതായത് നമ്മൾ നോർമലി നോക്കുന്ന സമയത്ത് 50 മിനിറ്റ് അല്ലേ? 5 മിനിറ്റ് MSS കിട്ടിയാൽ നമുക്ക് ട്രേഡ് ആയില്ലേ? ഇവിടെ നിങ്ങൾ നോക്കിയേ 5 മിനിറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തു അല്ലേ? അത് കഴിഞ്ഞ് ഹൈ ക്രിയേറ്റ് ചെയ്തു. ഈ ഹൈ ഇവിടെ സ്വീപ്പ് ചെയ്തു. ഇത്രയും വലിയ റിജക്ഷനാണ്. അപ്പോൾ ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. മൊത്തം ഇനി ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ചിന്തിക്കാം അല്ലേ? ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ അത് കഴിഞ്ഞ് പിന്നീട് എന്ത് ചെയ്തു? നല്ലൊരു ബുള്ളിഷ് കാൻഡിൽ തന്നു, നല്ല FEG തന്നു. ചിലപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ആൾക്കാരുണ്ടാവാം. ഓക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെയൊക്കെ ആയിരിക്കും നമുക്ക് MS വരാം. അങ്ങനെയൊക്കെ ചിന്തിക്കാമെന്ന്. ആക്ച്വലി നമുക്ക് ഇവിടെ എന്ത് ചെയ്തു? ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ സ്വീപ്പ് നടന്നു. ഈ ഒരു ലോ ഇവിടെ ബ്രേക്ക് ചെയ്തു. റീസെൻ്റ്ലി ഉള്ള ബ്രേക്ക് കിട്ടി കഴിഞ്ഞാൽ കിട്ടി. ഇത് ഇത്രയുണ്ട്. മനസ്സിലായോ? ഇതിങ്ങനെ കൺസിഡർ ചെയ്ത് ശീലിച്ചവർക്ക് കുഴപ്പമില്ല. ഓക്കെ ഈ ഒരു കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുക? 50 മിനിറ്റ് എടുക്കുക, നോക്കിയിരിക്കുക. വേറെ പണിയൊന്നും ഇല്ല നമുക്ക്. 50 മിനിറ്റ് നോക്കുക. 50 മിനിറ്റ് നമുക്ക് എന്ത് വേണം? ഇവിടെ ഈ ഒരു ലോ എന്ത് ചെയ്തു? ഇവിടെ സ്വീപ്പ് ചെയ്തു. ഇത്രേ ഉള്ളൂ. 50 മിനിറ്റിൽ ഈ ഒരു ലോ സ്വീപ്പ് ചെയ്തിട്ട് ഇവിടെ തന്നെ എന്താ പറയുക? ഈ ഒരു ബുള്ളിഷ് കാൻഡിൽ ഉണ്ട്. ഇവിടെ ലോ സ്വീപ്പ് ചെയ്തിട്ട് ഈ ഒരു ബുള്ളിഷ് കാൻഡിൽ. കാരണം സ്ട്രക്ചർ വരുമ്പോൾ എങ്ങനെ വരിക? ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹൈ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഈ ലോനെ സ്വീപ്പ് ചെയ്തിട്ട് റീസെൻ്റ്ലി ഉള്ള ബുള്ളിഷ് കാൻഡിലിനെ ബ്രേക്ക് ചെയ്യണം. മനസ്സിലായോ? ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ ഈ ഒരു ഇത് ഗ്രേ കാൻഡിലാണ്. മനസ്സിലായോ? അത് എത്ര വലിയ ഇതാണെന്നുണ്ടെങ്കിലും ഇത് ഗ്രേ കാൻഡിലാണ്. എന്താ പറയുക? ബ്ലാക്ക് ആയിട്ടല്ല ക്ലോസ് ചെയ്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ
ഇവിടെ ഈ ഒരു ഹൈ കാണില്ലേ, ഇവിടെ ഓപ്പൺ ഹൈ ക്ലോസ് എന്നുള്ളത്, അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചാർട്ടിൽ നോക്കിയാലും മനസ്സിലാവും. ഇതൊരു ഗ്രേ അല്ല, ഇതിൻ്റെ കളർ ടോൺ പോസിബിൾ എന്താ പറയുക, സെയിം ആണ്. ഇതും കൺസിഡർ ചെയ്യണം. 100% അത് വർക്ക് ചെയ്യും കേട്ടോ. ഓക്കെ, അത് ഞാൻ ഇതുപോലെ ട്രേഡ് എടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ കോൺഫിഡൻസോട് കൂടിയിട്ട് പറയണത്. ഇങ്ങനെ ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഗ്രേ ക്യാൻഡിലിൻ്റെ കളർ ആവണം, മനസ്സിലായി. ബ്ലാക്ക് ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യില്ല. ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഹൈ വരിക, ദെൻ ഇത് ഗ്രേ ആണ്. അത് എന്ത് ചെയ്തു, ഇവിടെ പ്രോപ്പറായിട്ട് ബ്രേക്ക് തന്നു. 5 മിനിറ്റ് MSS, 5 മിനിറ്റ് MSS, നേരെ 5 മിനിറ്റ് നോക്കിയപ്പോൾ ഇനി നേരെ 5 മിനിറ്റ് പോവുക. ഇനിയിപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വരണ്ട. കണ്ട, ഇവിടെ നമുക്ക് ആ സ്വീപ്പ് കിട്ടിയിട്ട് നേരെ ഇവിടെ നിൽക്കുന്ന ഹൈനെ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. നമ്മൾ എൻട്രി വരുമ്പോൾ ഇവിടെ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ എൻട്രി വരും. സ്റ്റോപ്പ് ലോസ് അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് എൻട്രി വയ്ക്കുന്നു. TP അത്രേ ഉള്ളൂ ഒന്നും, മനസ്സിലായി. അത് പ്രോപ്പർ സ്ട്രക്ചർ ആയതുകൊണ്ട് ഈ MS ഇവിടെ വർക്ക് ചെയ്തു, നേരെ എൻട്രിയിലേക്ക് വന്നു, നേരെ DP അടിച്ചു. മനസ്സിലായോ? ഇത് ഇത്രേ പറയണുള്ളൂ. ഇതിന് ഇതിലേക്ക് പോകണില്ല, കാരണം ഇത് ഓൾറെഡി നല്ല ടൈം ഓവറാണ്. ഇത്രയും ലെങ്ത്തിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അതായത് സ്ട്രക്ചർ പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരണത്, മനസ്സിലായി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, ഇവിടെ 1 അവർ ബ്രേക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അഗൈൻ എന്ത് ചെയ്തു, 1 അവർ ഒരു ബിയറിഷ് ക്യാൻഡിലിൻ്റെ എന്ത് ചെയ്തു, ഹൈ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇതെന്തായി, 1 അവറിന് മെയിൻ സ്ട്രക്ചറായി അല്ലേ. അപ്പോൾ മെയിൻ സ്ട്രക്ചർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയുക, നമുക്ക് അല്ല ഓൾറെഡി പറഞ്ഞ കാര്യത്തിൽ വിട്ടുപോയി, സോറി. നമുക്കിവിടെ 5 മിനിറ്റ് MS കിട്ടി. 5 മിനിറ്റ് MS കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫിബ് വരച്ചു അല്ലേ. 5 മിനിറ്റ് MS കിട്ടുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, സ്വിങ് ഹൈ ടു സ്വിങ് ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി, സോറി. അപ്പോൾ സ്വിങ് ഹൈ നമുക്ക് കിട്ടി അല്ലേ, സ്വിങ് ലോ കിട്ടി. നമുക്ക് പ്രോപ്പറാണ്, 1 അവർ ആണെങ്കിലും നമുക്ക് പ്രോപ്പറാണ്. ഒരു ബുള്ളിഷ് ക്യാൻഡിലൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ നേരെ 4 അവറിൽ എന്താണോ കൺസിഡർ ചെയ്തത് അതേപോലെ തന്നെയാണ് കേട്ടോ. നേരെ എന്ത് ചെയ്തു, പ്രൈസ് ഇവിടെ നമുക്കൊരു ലോങ് എൻട്രി ഉണ്ട്, അത് എടുക്കുന്നവർക്ക് എടുക്കാം, നോ പ്രോബ്ലം. ഇത് ഓൾറെഡി എനിക്ക് എന്ത് മനസ്സിലായി, 1 അവർ ഇവിടെ ബ്രേക്ക് തന്നപ്പോൾ ഇതൊരു ഡൗൺ ട്രെൻഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്തു, 1 അവറിൻ്റെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തുടങ്ങിയതാണ് അല്ലേ. അപ്പോൾ ഡൗൺ ട്രെൻഡായി. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ ഇവിടെ ഒരു MS വന്നു, പ്രൈസ് നേരെ പ്രീമിയത്തിൽ പോയി, നേരെ എന്ത് ചെയ്തു, വീണ്ടും അഗെയിൻ ഇവിടുത്തെ സ്വീപ്പ് ചെയ്തു, അതിനുശേഷം വീണ്ടും അഗെയിൻ പ്രീമിയത്തിൽ പോയി, ദെൻ എന്ത് ചെയ്തു, ഡ്രോപ്പ് ചെയ്തു. ഡൗൺ ട്രെൻഡ് നമുക്ക് കൺഫർമേഷൻ ഓൾറെഡി 1 അവറിൽ നമുക്ക് എന്ത് ചെയ്തിരുന്നു, കിട്ടിയിരുന്നു അല്ലേ. അതേപോലെ തന്നെയാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഡൗൺ ട്രെൻഡ് ആയത്. ഡൗൺ ട്രെൻഡിലേക്ക് തന്നെ മൂവ്മെൻറ്റ് വന്നത്. അത് ജസ്റ്റ് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. ഇതേപോലെ മാർക്കറ്റ് റീഡ് ചെയ്യുക, മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ നിങ്ങൾ റീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ, നിങ്ങൾ ഏത് ടൈം ഫ്രെയിം ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ തൊട്ട് മുന്നത്തെ ടൈം ഫ്രെയിം നിങ്ങൾ കൺസിഡർ ചെയ്യാം, മനസ്സിലായി. ഇതിൽ ഡെയിലി ഇനി ഇതിലൊരു കൺഫ്യൂഷൻ വരാനുള്ളത്, ഞാൻ ഡെയിലി ചെയ്യാറില്ല. ഡെയിലിയിലത്തെ നിങ്ങൾക്ക് ബയാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 3 ഡേ അല്ലെങ്കിൽ 1 വീക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്, മനസ്സിലായി. ഇല്ലെങ്കിൽ ഡെയിലിയിൽ നിങ്ങൾ നോർമലി കൺസിഡർ ചെയ്യുന്ന പോലെ ഇതേപോലെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, 50 മിനിറ്റ് ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ സ്വീപ്പ് ഇതേപോലെ ഡെയിലിയിൽ കൺസിഡർ ചെയ്യേണ്ടി വരും, മനസ്സിലായോ. ഡെയിലിയിൽ അതിന് മുന്നത്തെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എനിക്ക് ഓൾറെഡി എന്താ പറയുക, ഡെയിലി വീക്കൊക്കെ ഉള്ളൂ, മനസ്സിലായി. ഇതിൻ്റെ ഇടയിൽ 3 ഡേ ഒക്കെ ഉണ്ട്, പക്ഷേ ഇതിൽ നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് സ്ട്രക്ചർ കൺസിഡർ ചെയ്ത് നോക്കി. 50 മിനിറ്റ് ആണ് നിങ്ങളുടെ ഹയർ മെയിൻ ടൈം ഫ്രെയിം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 അവറിൽ ഇതേപോലെ സ്ട്രക്ചർ കൺസിഡർ ചെയ്താൽ, അതായത് 1 അവറിൻ്റെ റീസെൻറ്റ് സ്ട്രക്ചർ, ഓക്കെ, റീസെൻറ്റ് സ്ട്രക്ചറാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കി, ഈ ഒരു ഒറ്റ സ്ട്രക്ചറിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേറെ സ്ട്രക്ചറുകളുണ്ട്, മനസ്സിലായോ. നമുക്കിവിടെ ഇവിടെ ബ്രേക്ക് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഇത് മെയിൻ ബ്രേക്ക്, ഇതൊരു സ്ട്രക്ചറാണ്, മനസ്സിലായി. ഇതൊരു പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്ന് തിരിഞ്ഞു വരണതാണ്. അപ്പോൾ എന്താ പറയുക, അത്രയും വൈഡർ ആയിട്ടുള്ള സ്ട്രക്ചർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. റീസെൻ്റ്ലി നിൽക്കുന്ന സ്ട്രക്ചർ വെച്ചിട്ടാണ് ഈ ട്രേഡൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ 50 മിനിറ്റിൻ്റെ മെയിൻ സ്ട്രക്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും എന്താ പറയുക, പ്രോപ്പറായിട്ട് കിട്ടും. സ്ട്രക്ചർ പ്രോപ്പർ എന്ന് പറഞ്ഞാൽ പക്കയാണ്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. എന്നിരുന്നാൽ മാത്രമാണ് ഇത് കിട്ടുള്ളൂ. കൺഫ്യൂഷൻ വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ഒന്നുകൂടി കോൺഷ്യസ് ആവുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം, മനസ്സിലായോ. അപ്പോൾ മാക്സിമം ബാക്ക് ടെസ്റ്റ് ചെയ്യുക, നല്ലൊരു ട്രേഡർ ആവട്ടെ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
കമൻ്റായിട്ട് ഇതാക്കുക. നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ അത് കവറപ്പ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് വേണം എന്നുണ്ടെങ്കിലും പറയാം. ഞാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. മനസ്സിലായി. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് പറയാൻ പറ്റില്ല. ഞാൻ കൂടുതലും ഈ ടി ഡി ടോപ്പ് ഡൗൺ അനാലിസിസ് ആണ് മെയിനായിട്ട് ചെയ്യണത്. ICT ആണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റേതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ പഠിച്ചിട്ടാണെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യാം, അതിനെ നിങ്ങൾക്കത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാം, നിങ്ങൾക്കത് എങ്ങനെ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും, അതിലെന്ത് പോംവഴിയുള്ളത് എന്നുള്ള രീതിയിൽ ഞാനത് വർക്കൗട്ട് ചെയ്തിട്ട് അത് വീഡിയോ ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ അടിപൊളിയാവട്ടെ. ഓക്കെ, താങ്ക് യു.